Hello, guys. Welcome to day one of our 21 days consistency challenge. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ ഡേ 1 ആണ്. ഞാനിതിൽ ഡേറ്റ് എഴുതിയിരിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 23-ാം തീയതിയാണ്, പക്ഷേ 24 എഴുതി. ഒരു ഓർമ്മയില്ല, എന്ത് ചെയ്യാനാണ്. ഓക്കെ, എന്തായാലും ഞാൻ എണീറ്റപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെ പഠിക്കാൻ വന്നിരുന്നപ്പോൾ ഒരു 6:45. ആദ്യം തന്നെ ടു ഡു ആണ് എഴുതിയത്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചു. ഇന്നലെ എഴുതിയില്ല, അതുകൊണ്ട് രാവിലെ എണീറ്റ് ആദ്യം അതാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇന്ന് ഫുള്ള് മൊത്തവും എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ഒരു ബ്ലാങ്ക് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആദ്യം അത് തന്നെ എഴുതി വെച്ചു. ഇന്നധികം ഭയങ്കര സ്ട്രെയിൻ എടുത്തൊന്നും എഴുതിയിട്ടില്ല. നോർമലി കുറച്ചേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് എഴുതിയത്. കാരണം ഫസ്റ്റ് ഡേ ആണ്. വെറുതെ എല്ലാം കൂടെ എഴുതി വെച്ച് നമ്മളെ തന്നെ നമ്മൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്, സ്ട്രെയിൻഡ് ആക്കുന്നത്. നമ്മൾ പതിയെ ആ ഒരു ഫ്ലോയിലോട്ട് വരിക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പഠിച്ചതും അത് തന്നെയായിരുന്നു. നമ്മുടെ ടു ഡൂയിലുണ്ടായിരുന്ന ഫസ്റ്റ് തിങ് പ്രകാശ പ്രതിഭാസങ്ങളുടെ ടോപ്പിക്ക്, അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വൊക്കാബുലറിയാണ് നോക്കിയത്. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കുറച്ച് വൊക്കാബുലറി നോക്കിയിരുന്നു. അപ്പോൾ അത് നമുക്ക് അവിടെ ഞാൻ പഠിക്കാൻ പോകുന്നിടത്തു നിന്ന് നമുക്ക് ഓരോ ആഴ്ചയിലും വീക്ക്ലി റാങ്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം, ഒരു പേപ്പർ നമുക്ക് തരും. ഇംഗ്ലീഷും മലയാളത്തിൻ്റെയും വൊക്കാബുലറി, ആ സംഭവമാണ് പഠിച്ചത് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വൊക്കാബുലറി കവർ ചെയ്തുകൊണ്ട് ഞാൻ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യം എനിക്ക് വരാറില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു 2 hours പഠിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്ലാസ്സിന് പോകണം. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. സോ റെഡിയായി ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ എക്സാമിനുള്ള ടോപ്പിക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നതാണ്. കാരണം ഇന്നലെ പഠിച്ചു വെച്ചതാണ്. സോ അതൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കുന്നതാണ് കാണുന്നത്. ഇതെന്നും ഉള്ളതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എനിക്കിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ക്ലാസ്സിന് പോയപ്പോൾ ഇന്ന് അവിടെ മാത്സ് ആയിരുന്നു നമുക്ക് ക്ലാസ്. സമയം, ദൂരം, വേഗത എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഒരു 2 hours പഠിച്ചിട്ടുണ്ടായിരുന്നേ. പഠിച്ചത് വേറൊന്നുമല്ല, ഇന്ന് ക്ലാസ്സിനെടുത്ത അതേ സെയിം ടോപ്പിക്ക് റിവൈസ് ചെയ്യാണ് ചെയ്തത്. അതിൻ്റെ ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതി പഠിച്ചു. പിന്നെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അതൊന്ന് പഠിച്ച് സെറ്റാക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം നടക്കില്ല. അതുകൊണ്ട് അത് ഞാൻ പഠിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. ഇത് പഠിച്ചത് സമയം, ദൂരം, വേഗതയിൽ ട്രെയിനിൻ്റെ ടോപ്പിക്കാണ് കേട്ടോ പഠിച്ചത്. ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നൊരു 15 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 15 ടൈപ്പും ഞാൻ നല്ല രീതിക്ക് നോക്കി വെച്ചു. പുതുതായിട്ട് പഠിച്ച ടോപ്പിക്കാണ്. ഞാൻ ഇതുവരെ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ബോറടിയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ നമുക്ക് റെപ്പറ്റേഷൻ പ്രശ്നമൊന്നും വന്നില്ല. പുതിയ സാധനമായതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു. അത് പഠിച്ച ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്, ഇനി എനിക്ക് ബുധനാഴ്ച എക്സാമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉപരാഷ്ട്രപതിയുടെ ടോപ്പിക്കാണ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് ബുധനാഴ്ചത്തെ എക്സാമിന് ഒരു 6 pages ഈ മെറ്റീരിയലിൻ്റെ ഉണ്ട്. അതിൽ ഒരു 2.5 pages ഞാൻ ജസ്റ്റ് പഠിച്ചു വെച്ചു. ഇല്ലെങ്കിൽ എല്ലാം കൂടി നാളെ ഒരുമിച്ചാകുമ്പോഴത്തേക്കും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് പഠിച്ചു വെച്ചു. ഞാൻ നേരത്തെ ഒരിക്കൽ പഠിച്ചിരുന്ന ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഈസി ആയിരുന്നു പഠിക്കാൻ. അപ്പം ഞാൻ ഇതിൽ നിന്ന് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിളാണ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ഉത്തരം അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി പഠിച്ചു. അതത്രയും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അവിടെ ഇരുന്നില്ല. ഒരു 2 hours പഠിച്ച ശേഷം നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. നമ്മുടെ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഒരു ഭാഗമാണല്ലോ അത്. അങ്ങനെ ആ എക്സസൈസൊക്കെ കഴിഞ്ഞ്, ഈ എക്സസൈസൊന്നും വലിയ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതെല്ലാം യൂട്യൂബ് നോക്കി ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രഷായിട്ട് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. പത്രം വായിച്ച് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. നോക്കിയപ്പോൾ 5 മണിക്കൂർ 50 മിനിറ്റ് ഞാൻ പഠിച്ചു. യെസ്, നമ്മുടെ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഡേ 1 വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ടു ഡു നോക്കിയാലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡേ 1. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഡേ 1 എന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ബൈ.